Hi everyone, this is Rinsi from Groww Malayalam channel. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നു അത്രത്തോളം നമുക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും നോക്കുന്നത് ഫ്യൂച്ചറിൽ മൾട്ടി ബാഗ് റിട്ടേൺസ് തരാൻ പോസിബിലിറ്റി ഉള്ള സ്റ്റോക്സ് ആണ് അല്ലേ? പക്ഷേ നമുക്ക് ഈ ഹൈ ഗ്രോ സ്റ്റോക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്സിൻ്റെയൊക്കെ പ്രൈസ് പെട്ടെന്നാവും കൂടുന്നത്. അതുപോലെ തന്നെ നമ്മളെപ്പോലെയൊക്കെയുള്ള കോമൺ ഇൻവെസ്റ്റേഴ്സിന് അത് എക്സ്പെൻസീവ് ആണ് താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കറൻ്റ്ലി മാർക്കറ്റ് പ്രൈസ് ലെസ് ദാൻ 500 ഉള്ള 5 ഹൈ ഗ്രോത്ത് കമ്പനീസിനെ പറ്റിയാണ്. അപ്പം ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന സ്റ്റോക്സിൻ്റെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 1000 crores ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ലെസ് ദാൻ 1 ആണ്. 5 year ആവറേജ് റിട്ടേൺ ഓൺ ഇക്വിറ്റി മോർ ദാൻ 50% ആണ്. 5 year സെയിൽസ് ഗ്രോത്ത് CAGR ഓവർ 10% ആണ്. 5 year പ്രോഫിറ്റ് ഗ്രോത്ത് CAGR മോർ ദാൻ 10% ആണ്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ മോർ ദാൻ 10% ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രൈസ് എല്ലാം വരുന്നത് മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ഓഫ് 14th September 2022 ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ഓർഡർ ഇങ്ങനെയായിരിക്കും. അതായത് ഹയസ്റ്റ് 5 year ആവറേജ് ROE ഉള്ള സ്റ്റോക്ക് നമ്മൾ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. സോ ഇന്നത്തെ സ്റ്റോക്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ റീസെൻ്റ്ലി നമ്മുടെ ചാനലിൻ്റെ ഒരു FB പേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേജിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗ്രോ മലയാളം എന്ന ഫേസ്ബുക്ക് പേജും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പം ഇനി ഇന്നത്തെ സ്റ്റോക്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ലെറ്റ്സ് ബിഗിൻ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി ഡോളറ്റ് അൽഗോടെക് ലിമിറ്റഡ്. അപ്പോൾ ഡോളറ്റ് അൽഗോടെക് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ NSE ഇന്ത്യയുടെ ട്രേഡിംഗ് കം ക്ലിയറിംഗ് മെമ്പറാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ബ്രോക്കിംഗ് അതുപോലെ തന്നെ ട്രേഡിംഗ് ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ലാസ്റ്റ് 5 yearsൽ കമ്പനിയുടെ ആവറേജ് റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നത് 41% ആണ്. അപ്പോൾ കമ്പനി അൽഗോ ട്രേഡിംഗ് യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ കമ്പ്യൂട്ടർ ത്രൂ ആണ് അവർ ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്ത് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. ഇനി ഇവരുടെ ഒരു സ്ട്രെങ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഹെൽഡ് ബൈ പ്രൊമോട്ടേഴ്സ്. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് സക്സസ്ഫുൾ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യാം എന്നുള്ളത് അവർക്കറിയാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഫിഗേഴ്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഇനി ഇവർ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൺസിസ്റ്റൻ്റ്ലി ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഇന്നോവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കൂടുന്നതും കമ്പനിക്ക് ഒരു ത്രെട്ട് തന്നെയാണ്. പിന്നെ ട്രേഡിംഗ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ബിസിനസ്സാണ്. അതായത് കമ്പനിയുടെ കൺട്രോൾ ഇല്ലാത്ത കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് മാർക്കറ്റ് വോളറ്റിലിറ്റി, മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ കമ്പനിയുടെ കൺട്രോളിൽ വരാത്ത ഫാക്ടേഴ്സാണ്. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെ കമ്പനിയുടെ അൽഗോരിതം വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി ലോസ് സഫർ ചെയ്തേക്കാം. ഇനി ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 71.88 rupees ആണ്. പി റേഷ്യോ വരുന്നത് 7.88 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.33 ആണ്. 5 year sales CAGR 26, ROE 37.57, 1 year return negative 24.55, 5 year return 76. ഇനി നമ്മൾ രണ്ട് ടെക്നിക്കൽ മെട്രിക്സ് ആണ് മെൻഷൻ ചെയ്യുന്നത്. 200 DMA ദാറ്റ് ഇസ് 200-day മൂവിംഗ് ആവറേജ്, അതുപോലെ തന്നെ RSI 14. അപ്പോൾ ഇപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 200 DMA എബോവ് ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ബുള്ളിഷ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ 200 DMA ബിലോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ബെറിഷ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി RSIയുടെ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ RSI വാല്യൂ ബിലോ 30 ജനറലി ഓവർസോൾഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവും. അതായത് ഡൗൺ ട്രെൻഡ് അപ്പ് ട്രെൻഡിലേക്ക് ലീഡ് ചെയ്യും. അതുപോലെ തന്നെ RSI വാല്യൂ എബോവ് 70 ജനറലി ഓവർബോട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവും. നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് കമ്പനി ബെൻസാലി എഞ്ചിനീയറിംഗ് പോളിമേഴ്സ് ലിമിറ്റഡ്. അപ്പം ABS അതുപോലെ തന്നെ SAN മാനുഫാക്ചർ ചെയ്യുന്ന മുംബൈ ബേസ്ഡ് മാനുഫാക്ചറിങ് കമ്പനിയാണ് ബെൻസാലി എഞ്ചിനീയറിംഗ് പോളിമേഴ്സ് ലിമിറ്റഡ് എന്നുള്ളത്. അപ്പം ABS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്രിലോ നൈട്രൽ ബ്യൂട്ടാഡിൻ സ്റ്റെറൈൻ, അതുപോലെ തന്നെ SAN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെറൈൻ അക്രിലോ നൈട്രൽ റെസിൻസ് ആണ്. അപ്പം പല ഇൻഡസ്ട്രീസ് ഇപ്പോൾ ABS അതുപോലെ തന്നെ SAN പോളിമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓട്ടോമോട്ടീവ്സ്, ഇലക്ട്രോണിക്സ്, പാക്കേജിങ് അതുപോലെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസ് ഒക്കെ ABS പോളിമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ SAN പോളിമേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേഷനറി ഐറ്റം അതുപോലെ കോസ്മെറ്റിക് പാക്കേജിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് 5 yearsൽ കമ്പനിയുടെ ആവറേജ് ROE വരുന്നത് 41% ആണ്. അപ്പോൾ കമ്പനിക്ക് 2 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ആണ് ഉള്ളത്, മധ്യപ്രദേശ് അതുപോലെ തന്നെ രാജസ്ഥാനിലായിട്ട്. ഇനി കമ്പനിയുടെ ക്ലയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ, ഹോം അപ്ലയൻസ്, ഇലക്ട്രോണിക്സ്, ഹെൽത്ത് കെയർ അതുപോലെ തന്നെ കിച്ചൺ വെയർ സെക്ടറിലൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രീമിയം പോളിമേഴ്സിലെ ലീഡിംഗ് സപ്ലയറിൽ ഒരാളും കൂടിയാണ് നമ്മുടെ കമ്പനി. അതുപോലെ തന്നെ ABS മാനുഫാക്ചറിംഗ് 137 കിലോ-ടൺ പെർ കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ റീസെൻ്റ്ലി അവർ നിപ്പോൺ ANLായിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജോയിന്റ് വെഞ്ചറിലൂടെ കമ്പനിക്ക് ഒരു അഡീഷണൽ മാൻ പവർ അതുപോലെ തന്നെ പുതിയ റെസിപ്പീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സപ്പോർട്ട് ലഭിക്കും.
ഇനി ഇവരുടെ മേജർ റോ മെറ്റീരിയലൊക്കെ ഇവർ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻ റിസ്ക് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഡൗൺ പോവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇവരുടെ നോൺ കോർ ഇൻകം ഒക്കെ ഇൻക്രീസ് ചെയ്യുവാണ്. അപ്പോൾ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവരുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 129.95 റുപ്പീസ് ആണ്. പി റേഷ്യോ വരുന്നത് 6.74 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0 ആണ്. അതായത് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇനി ഇവരുടെ 5 ഇയർ സെയിൽസ് CAGR വരുന്നത് 17.36 ആണ്. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നത് 42.06 ആണ്. 1 ഇയർ റിട്ടേൺസ് വരുന്നത് -28.32 ആണ്. 5 ഇയർ റിട്ടേൺസ് വരുന്നത് 7.53 ആണ്. ഇനി 200 DMA വരുന്നത് 129.18 ആണ്. അതുപോലെ തന്നെ RSI 14 വരുന്നത് 59.5 ആണ്. ഇന്നത്തെ നമ്മുടെ തേർഡ് കമ്പനി ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ്. അപ്പം ഈസ്മൈ ട്രിപ്പ് എന്നും അറിയപ്പെടും. അപ്പം ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ ട്രാവൽ കമ്പനിയാണ്. അപ്പോൾ അവർ ഫ്ലൈറ്റ് ബുക്കിംഗ്, ഹോട്ടൽ ബുക്കിംഗ്സ്, അതുപോലെ തന്നെ ഹോളിഡേ പാക്കേജസ് ഒക്കെ ബുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ട്രാവൽ കമ്പനിയാണ്. അപ്പം ഇവരുടെ ഓപ്പറേഷൻസ് ഇന്ത്യയിൽ മാത്രമല്ല, ദുബായ് അതുപോലെ തന്നെ സിംഗപ്പൂരിലൊക്കെ ഉണ്ട്. അപ്പോൾ കോവിഡിൻ്റെ ഫസ്റ്റ് ഫേസ് അതുപോലെ തന്നെ സെക്കൻഡ് വേവിൻ്റെ ടൈമിലൊക്കെ ട്രാവൽ ബിസിനസ് ഒക്കെ നല്ല മോശമായിട്ടായിരുന്നു അഫക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്പനി ബാക്ക് ടു നോർമലായി. അപ്പോൾ Q1 ഓഫ് ഫിനാൻഷ്യൽ 23 നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ എല്ലാ സെഗ്മെൻറ്റ്സിലും നല്ല ഗ്രോത്ത് ആണ് കാഴ്ചവെച്ചേക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് 5 ഇയേഴ്സിൽ നമ്മൾ കമ്പനിയുടെ ആവറേജ് ROE നമ്മൾ നോക്കുകയാണെങ്കിൽ 44% ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ 22-ൽ കമ്പനിയുടെ ഫ്ലൈറ്റ് ബുക്കിംഗ്സ് 57% ആയിട്ട് വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ്സ് ഒക്കെ ഓൾമോസ്റ്റ് ട്രിപ്പിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ബുക്കിംഗ്സ് ഒക്കെ ഡബിൾ ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ബുക്കിംഗ്സിലുണ്ടായ ഗ്രോത്ത് നമുക്ക് കമ്പനിയുടെ റവന്യൂ അതുപോലെ തന്നെ പ്രോഫിറ്റ്സിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ 22-ൽ കമ്പനിയുടെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ഡബിൾ ആയിട്ടുണ്ട്. EBITDA 67% വളർന്നിട്ടുണ്ട്. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 72% വളർന്നിട്ടുണ്ട്. ഇതൊരു അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡൽ ആയതുകൊണ്ട് തന്നെ മൈ ട്രിപ്പ് ഒക്കെ ഒരു ഹെൽത്തി ROE അതുപോലെ തന്നെ ROC ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഈ രണ്ട് മെട്രിക്സും അതായത് ROEയും ROCയും ഒക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്രീ കോവിഡ് ലെവലിലേക്ക് എത്തിയിട്ടുമുണ്ട്. അപ്പം ROE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് കൊണ്ട് കമ്പനി എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു തരുന്ന റേഷ്യോ ആണ്. അതുപോലെ തന്നെ ROCE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ടോട്ടൽ ക്യാഷ് അതായത് ഇക്വിറ്റിയും ഡെറ്റും യൂസ് ചെയ്തിട്ട് നമ്മുടെ കമ്പനി എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു തരുന്ന റേഷ്യോ ആണ് ROC എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് റേഷ്യോയും കൂടുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ നമ്മുടെ കമ്പനിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ട്രാവൽ ബിസിനസ്സിലേക്ക് ഒരുപാട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ക്ലിയർ ട്രിപ്പ് അതായത് നമ്മുടെ കമ്പനിയുടെ ഒരു മേജർ കോമ്പറ്റേറ്റർ ആണ് ഈ ക്ലിയർ ട്രിപ്പ് എന്നുള്ളത്. അപ്പോൾ അവർ റീസെൻ്റ്ലി ഫ്ലിപ്കാർട്ട് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ അതുപോലെ തന്നെ മാർജിൻസിലൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 394.90 റുപ്പീസ് ആണ്. പി റേഷ്യോ വരുന്നത് 68.59 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി 0.17. 5 ഇയർ സെയിൽസ് CAGR 17.75. ROE 52.92. 1 ഇയർ റിട്ടേൺസ് 52.16. 5 ഇയർ റിട്ടേൺസ് നില്ലാണ്. ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 5 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുപോലെ 200 DMA വരുന്നത് 349.03. RSI 14 42.2. ഇനി നമ്മുടെ ലിസ്റ്റിലെ ഫോർത്ത് കമ്പനി സുപ്രിയ ലൈഫ് സയൻസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ സുപ്രിയ ലൈഫ് സയൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അതായത് APIസിൻ്റെ മാനുഫാക്ചറിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ലാസ്റ്റ് 5 ഇയേഴ്സിൽ കമ്പനിയുടെ ആവറേജ് ROE വരുന്നത് 44% ആണ്. അപ്പോൾ നമ്മുടെ കമ്പനി APSൻ്റെ ലാർജസ്റ്റ് എക്സ്പോർട്ടറാണ്. ലൈക്ക് ഇപ്പോൾ ക്ലോറാഫറാമൈൻ മലിയേറ്റ്, കെറ്റാമിൻ ഹൈഡ്രോക്ലോറൈഡ്, സൾബുട്ടാമോൾ സൾഫേറ്റിൻ്റെ ഒക്കെ. അപ്പോൾ കമ്പനിക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രോങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതുകൂടാതെ കമ്പനിയുടെ റവന്യൂ മിക്സ് ജോഗ്രഫിക്കലി വെൽ ഡൈവേഴ്സിഫൈഡും കൂടിയാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ റവന്യൂവിൻ്റെ 76% വരുന്നത് സെയിൽസിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ റവന്യൂവിൻ്റെ 44% വരുന്നത് ടോപ്പ് 10 കസ്റ്റമേഴ്സിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ കസ്റ്റമർ കോൺസെൻട്രേഷൻ റിസ്ക് വളരെ കൂടുതലാണ്. സോ ഇപ്പോൾ കമ്പനിക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കമ്പനിയുടെ റവന്യൂവിന് നല്ല രീതിയിൽ അത് അഫക്റ്റ് ചെയ്യും. റവന്യൂ ഡ്രോപ്പ് ആവാനും ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവരുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 349.95 റുപ്പീസ് ആണ്. പി റേഷ്യോ വരുന്നത് 16.62 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.04 ആണ്. 5 ഇയർ സെയിൽസ് CAGR വരുന്നത് 23.60 ആണ്. ROE വരുന്നത് 34.34 ആണ്. ഇവിടെ 1 ഇയർ റിട്ടേൺസ് നില്ലാണ്. അതുപോലെ തന്നെ 5 ഇയർ റിട്ടേൺസ് നില്ലാണ്. ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 1 ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഇവരുടെ 200 DMA വരുന്നത് 385 ആണ്. അതുപോലെ തന്നെ RSI 14 വരുന്നത് 42.2 ആണ്. ഇനി നമ്മുടെ ലാസ്റ്റ് കമ്പനി ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ലിമിറ്റഡ് IEX ആണ്.
അപ്പോൾ ഇന്ത്യയിലെ ഫസ്റ്റ് അതുപോലെ തന്നെ ലാർജസ്റ്റ് എനർജി എക്സ്ചേഞ്ച് ആണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്നുള്ളത്. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഫിസിക്കൽ ഡെലിവറി ഓഫ് ഇലക്ട്രിസിറ്റി, റിന്യൂവബിൾസ്, അതുപോലെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് 5 years നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ആവറേജ് ROE 47% ആണ്. അപ്പോൾ ഗ്രോത്ത് പൊട്ടൻഷ്യലാണ് കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത്. അതുപോലെ തന്നെ ഗവൺമെന്റ് സൗഭാഗ്യ സ്കീം, അതുപോലെ തന്നെ അർബനൈസേഷൻ ത്രൂ ഇപ്പോൾ എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി മാർക്കറ്റൊക്കെ നല്ലൊരു ഗ്രോത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നമ്മുടെ കമ്പനിയുടെ ട്രേഡിംഗ് വോളിയം കൂടും. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 6% പവർ എക്സ്ചേഞ്ച് മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ബട്ട് ഇത് നമ്മൾ ഡെവലപ്ഡ് കൺട്രീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നമ്പർ വരുന്നത് ഒരു 30 to 80% ആണ്. അപ്പം ഇതും കമ്പനിക്ക് വളരെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. പിന്നെ സിൻസ് ഇൻസെപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ 33% CAGR ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ചും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. ഇനി നമ്മുടെ കമ്പനി ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് റെഗുലേഷൻസ് ആണ്. അപ്പോൾ പവർ എക്സ്ചേഞ്ച് ഒക്കെ ഹൈലി റെഗുലേറ്റഡ് ആണ്. അപ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു അൺഫേവറബിൾ പോളിസീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റ് ഡോമിനൻസിന് വരെ അത് അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാക്കും. അതുപോലെ തന്നെ കോമ്പറ്റേറ്റേഴ്സ് കൂടുന്നതും നമ്മുടെ മോണോപ്പൊളി പൊസിഷൻ ഒരു ത്രെട്ടാണ്. ലൈക്ക് ഇപ്പോൾ പവർ ട്രേഡിംഗ് കോർപ്പറേഷൻസ് ലിമിറ്റഡ് ഒക്കെ മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പം ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ലിമിറ്റഡിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 163.20 rupees ആണ്. PE വരുന്നത് 47.67 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.01 ആണ്. 5 years സെയിൽസ് CAGR വരുന്നത് 16.46 ആണ്. ROE 48.55. 1 year returns negative 16.49, 5 year returns nil. അത് 200 DMA 185.28, RSI 1453. അപ്പം ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച 5 ഹൈ ഗ്രോത്ത് കമ്പനീസ്. അതായത് കറന്റ് മാർക്കറ്റ് പ്രൈസ് ലെസ് ദാൻ 500 ഉള്ള 5 കമ്പനീസ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ വീണ്ടും റിമൈൻഡ് ചെയ്യുകയാണ് നിങ്ങളോട്. അതായത് ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് കവർ ചെയ്തേക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനലിലെ കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ FB പേജും കൂടി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. അപ്പം നമുക്ക് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.